ലയോ 14 പാപ്പ പരിശുദ്ധ സിംഹാസനത്തിൽ കയറിയപ്പോൾ തന്നെ പൈശാചിക രാഷ്ട്രീയ വിശകലന വ്യാജപ്രവചന കേസരികൾ പത്തിമടക്കി. അന്തിക്രിസ്തുവിനെ വരവേൽക്കാൻ പോകുന്നയാൾ എന്ന രീതിയിൽ മുൻപ് ഫ്രാൻസിസ് പാപ്പയെ അവഹേളിച്ചവർ തലയിൽ തുണിയിട്ട് മുങ്ങിക്കഴിഞ്ഞു. ലയോ 14 ശത്രുവിനെ ചവിട്ടിമെതിച്ച് സിംഹാസനത്തിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് ജോസഫ് ദാസൻ ഇങ്ങനെ കുറിക്കുന്നു. മാതാവിന്റെ ദർശനക്കാർ എന്ന പേരിൽ പൈശാചിക സ്വാധീനത്തിൽപ്പെട്ട ചില മനുഷ്യർ സഭ അംഗീകരിക്കാത്ത ഒരു സ്ത്രീയുടെ ദർശന പുസ്തകത്തിന്റെ മറവിൽ കേരളത്തിലെ എത്രയോ മരിയ ഭക്തരെ വഴിതെറ്റിച്ചു. തികഞ്ഞ മരിയ ഭക്തനായിരുന്ന പാപ്പയെ ലോകമതവും ഏകമതവും ഒക്കെ സൃഷ്ടിച്ച് അന്തിക്രിസ്തുവിനെ വരവേൽക്കാൻ പോകുന്നയാൾ എന്ന രീതിയിലായിരുന്നു പ്രചാരണം. അവസാനത്തെ പാപ്പയാണത്രേ. ഇനി അങ്ങോട്ട് യുഗാന്ത്യമെന്ന അടയാളങ്ങളാണത്രേ അവർ നോക്കുന്നിടത്തെല്ലാം. എനിക്കറിയാവുന്ന മരിയൻ ദർശനങ്ങളെ ബഹുമാനിക്കുന്ന പലരും വ്യാജമാതാവിനോട് ചേർന്ന് പാപ്പയെ ദ്വേഷിച്ചു. എനിക്കറിയാവുന്ന മാതാവ്, വിശുദ്ധർ പരിചയപ്പെടുത്തിയ മാതാവ് പാപ്പാസ്ഥാനത്തെ എങ്ങനെ നോക്കുന്നു എന്നറിയാമായിരുന്നതിനാൽ എന്റെ ചാനലിലൂടെ പ്രാർത്ഥനയോടെ അതിനെതിരെ പോരാടിയ കാലഘട്ടം എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ എന്ന് ജോസഫ് ദാസൻ ചോദിക്കുന്നു. ഇന്നവർ ദുഷ്പ്രചാരണ ചാനലുകളും പൂട്ടി സ്ഥലം വിട്ടു. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സംവിധാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നത്രേ സഭയെ തകർക്കാനുള്ള സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ നിരന്തരം നൽകി അവരെ പിന്തുണച്ചത്. അവരും നല്ലവരായ മനുഷ്യരായിരുന്നു എന്നാണ് അറിവ്. ഈ അബദ്ധ പ്രചാരകരുടെ പിടിയിൽ അകപ്പെടും വരെ. ഞാൻ അവരെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണെന്നോ, ഫ്രാൻസിസ് പാപ്പായുടെ കാലം. ഒരിക്കൽ കേരളത്തിലെ അൽമായരായ നേതാക്കളിൽ ചിലർ ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എനിക്ക് സ്നേഹപൂർവ്വം ക്ഷണം കിട്ടി. പക്ഷേ ശാരീരിക അസ്വസ്ഥത നിമിത്തം അവിടെ പോകേണ്ട എന്നായിരുന്നു തീരുമാനം. വളരെ ക്ഷീണിതനായിരുന്നതിനാൽ കിടന്ന് ജപമാലകൾ ചൊല്ലുന്ന സമയമായിരുന്നു. പക്ഷെ അവിടെ പോകാൻ ശക്തമായ ആന്തരിക പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരുന്നു. പോകുമ്പോൾ സംഘാടകർ സംസാരിക്കാൻ പറയുമെന്നും പാപ്പായ്ക്കെതിരായ തിന്മശക്തികളുടെ പ്രവർത്തനങ്ങൾ ലോകമെങ്ങും പെരുകുന്നെന്നും പാപ്പായെ പ്രാർത്ഥിച്ച് പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് പറയണമെന്നും ഉള്ളിൽ ആരോ പറയുന്നത് പോലെ തോന്നി. സുഹൃത്തായ ജോസിനോടൊപ്പം അവിടെ എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു. എന്നെ പരിചയപ്പെടുത്തി സംഘാടകർ 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അതുതന്നെ പറഞ്ഞു. കടുത്ത നിശബ്ദത അവിടെ വ്യാപരിച്ചു. കാരണം അന്ന് പകൽ മുഴുവൻ ഈ സംഘത്തിന്റെ പിടിയിൽപ്പെട്ടവർ പാപ്പായ്ക്കെതിരായി നിരന്തരം സംസാരിക്കുകയായിരുന്നത്രേ. ഒരു അവശിഷ്ട സഭ ഉണ്ടാകും പോലും. അതിലേക്ക് എല്ലാവരും കൂടണം. പത്രോസിന്റെ സിംഹാസനത്തെ എതിർക്കണം. ഇതൊന്നും അറിയാതെ അവിടെ എത്തിപ്പെട്ട എന്റെ വാക്കുകൾ ചിലരൊക്കെ ദൈവത്തിന്റെ നിയോഗമായി കരുതിയെന്ന് പങ്കുവച്ചു. അന്നാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘത്തെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയത്. അതോടെയാണ് അവർക്കെതിരെ ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്തത്. ഇന്നിപ്പോൾ അർത്ഥസത്യങ്ങളും നുണയും കൊണ്ട് പണിത വ്യാജത്തിന്റെ കോട്ട തകർന്നു വീണിരിക്കുന്നു. പിശാചിനെയും കേവലം മനുഷ്യരുടെയും ഒക്കെ പ്രവചനങ്ങളെ ചവിട്ടിമെതിച്ച് ലിയോ 14 പാപ്പ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. പൈശാചിക രാഷ്ട്രീയ വിശകലന വ്യാജ പ്രവചന കേസരികൾ അടങ്ങിയിരിക്കുന്നു. എല്ലാവരും സ്തബ്ധരായിരിക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. പാപ്പാസ്ഥാനം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പാപ്പ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പാപ്പായെ പഠിപ്പിക്കാനുള്ള മണ്ടത്തരം കാണിക്കരുത്. വിശ്വസിക്കണം. ആ സ്ഥാനത്തിരിക്കുന്ന ആളിലൂടെയാണ് സഭയിൽ കൃപകൾ ഒഴുകുന്നത്. അത് നിരന്തരം തുടരും. പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ കാര്യത്തിൽ അടിപതറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ജോസഫ് ദാസൻ ഓർമ്മിപ്പിക്കുന്നു.